എന്തോ നെഗറ്റീവ് റീച്ച് എന്തുവാ ആ കുട്ടി എന്തോ തുണി അഴിച്ചാടിയോ ഇവിടെ നെഗറ്റീവ് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളും ബാക്കിയുള്ളവന്മാരുമാണ് കമന്റ് ഇട്ടവന്മാരുമാണ്. രേണുസുധിയെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ കുറെ അവന്മാരെ സഹായിച്ചതുകൊണ്ട് ആ കുട്ടി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ആ കുട്ടി നിന്റെയൊക്കെ വീട്ടിന്റെ മുറ്റത്തൊന്ന് എരന്നോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലേക്ക് രേണുസുധി കടന്നു വരികയാണ്. ശാരികയെ നമുക്ക് എത്രയോ വർഷം കൊണ്ട് എനിക്കറിയാം. പിന്നെ ഞാൻ കാണുന്നത് ശാരികയുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ശാരിക ഈ പറയപ്പെടുന്ന ബിഗ് ബോസിൽ ഉണ്ടാകും എന്നുള്ളത്. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തു വന്ന രണ്ടു പേരാണ് ഈ ശാരികയും രേണുസുധി. ആ കുട്ടി എന്ന് വേറെ എന്തായിരുന്നു ചെയ്യേണ്ടത്? സുധിയുടെ മരണത്തിന് ശേഷം രേണുസുധി ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നിട്ട് എനിക്ക് വീട് വെച്ച് തരണം, എന്റെ കുട്ടികളെ പഠിപ്പിക്കണം, എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞ് രേണുസുധി കെഞ്ചിയോ? ഇല്ല. ആര് നിർബന്ധിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല, ഒരു ഫ്ലോയിൽ വേറൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. ഞാൻ ചോദിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ശാരിക ഇത് നമുക്ക് ഇടണോ? ശാരിക ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടോ, രോഗത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ അനുഭവിച്ചതല്ലേ പറയുന്നതിന് എന്താ? അതാണ് ശാരികയുടെ ഒരു വിൽ പവർ. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച പല വ്യക്തികളെയും നമ്മൾ ഈ ഒരു സീസണിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് രേണുസുധിയും ശാരികയും. പ്രധാനപ്പെട്ട വ്യക്തികളിൽ തന്നെ രണ്ടുപേരെന്ന് പറയാം. അപ്പോൾ ഇവരുടെ കുറച്ച് നാൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു പേരിൽ രേണുസുധിയെ എതിർത്തിരുന്ന പലരും രേണുസുധിയുടെ ഫാൻ ആവുകയും മറിച്ച് ശാരികയെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് കയറിയതിനു ശേഷം ഇനി ശാരികയ്ക്ക് ആ ഒരു രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇനി കൂടാൻ സാധ്യതയുണ്ടോ? ഞാൻ ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ആളൊന്നുമല്ല. പക്ഷേ എങ്കിലും ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ഹർഷ വിഷയം പറഞ്ഞപ്പോൾ ഞാനിരിക്കാനുള്ള കാരണം അത് പ്രിയപ്പെട്ട ശാരികയാണ്. കാരണം ശാരിക നമ്മുടെ നേഷൻ ഫസ്റ്റിൻ്റെ ഫോളോവേഴ്സിന്, നമ്മുടെ പ്രേക്ഷകർക്ക് സുപരിചിതമായൊരു മുഖമാണ്. നേഷൻ ഫസ്റ്റിൻ്റെ തുടക്ക സമയത്ത് ശാരിക കുറേ വീഡിയോകൾ നമുക്ക് വേണ്ടി ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ അനാലിസിസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ തന്നെ ശാരികയുടെ ജീവിതം, ശാരികയുടെ അനുഭവം തുറന്നു പറഞ്ഞൊരു വീഡിയോ അന്ന് ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ ശാരികയും ശില്പയുമായി ചേർന്ന് ചെയ്തൊരു വീഡിയോ 1 ലക്ഷത്തിൽ പരം പ്രേക്ഷകർ കണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ സ്വാഭാവികമായും എല്ലാ മലയാളികളെ പോലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ചൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നേഷൻ ഫസ്റ്റ് മാത്രമല്ലല്ലോ, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആരൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത് എന്നൊരു ത്വരയുണ്ടാവും. ആ ത്വരയുടെ പുറത്ത് ഞാൻ കുത്തിയിരുന്ന് ഈ വരുന്ന എൻട്രികളെല്ലാം വാച്ച് ചെയ്തിരുന്നു. അതിൽ പക്ഷേ എനിക്ക് ഒരുപാട് പേരെ അറിയില്ല എന്നുള്ളതാണ്. ആ വന്നിരിക്കുന്നതിൽ ഒരുപാട് പേരെ എനിക്കറിയില്ല. എനിക്കതിൽ സുപരിചിതമായി തോന്നിയ കുറേ ആളുകളുണ്ട്. അതിലൊന്ന് പ്രിയപ്പെട്ട ശാരികയാണ്, മറ്റൊന്ന് രേണുസുധിയാണ്, മറ്റൊന്ന് അനുമോളാണ്, മറ്റൊന്ന് ഷാജഹാനാണ്, പിന്നെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള രണ്ടുപേർ. അവരും ഇടയ്ക്ക് വിവാദങ്ങളിലൊക്കെ പെട്ടതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള മുഖങ്ങളാണ്. അങ്ങനെ ചുരുക്കം ചില ആളുകളെ മാത്രമാണ് നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ. ബാക്കിയുള്ളവരുടെയൊക്കെ എന്താണ് വരാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിലാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഇതിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറയപ്പെടുന്ന ലെസ്ബിയൻ കപ്പിൾസ്, അവരുടെയൊക്കെ വീഡിയോസൊക്കെ നമുക്ക് റെക്കമെൻഡേഷനിൽ വരാറുള്ളതാണ്. അപ്പോൾ അവരവരുടേതായ ഒരു രീതി തിരഞ്ഞെടുത്ത് ഫിയർലെസ്സായി സമൂഹത്തെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പ്രത്യേകിച്ചൊരു ഇസ്ലാം മതത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് ആ മതത്തിൻ്റെ ചട്ടക്കൂടുകളെ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അവരെയൊക്കെ മാറ്റിയത്. അപ്പം അനുമോളൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ രേണുസുധി എങ്ങനെയാണ് ഫേമസ് ആയത് എന്ന് ചോദിച്ചാൽ അത് സുധിച്ചേട്ടൻ്റെ ഭരണത്തെ തുടർന്നാണ്. അതിനു മുമ്പ് സുധിച്ചേട്ടൻ എങ്ങനെയാണ് ഫേമസ് ആയത് എന്ന് ചോദിച്ചാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ്. സുധിച്ചേട്ടനെ കുറേ കാലങ്ങളുകൊണ്ട് മലയാളിക്ക് അറിയാം, മിമിക്രിക്കാരനാണ്. പക്ഷെ അത്രയും ഒരു ജനപ്രീതി അദ്ദേഹത്തിന് ലഭിച്ചത് സ്റ്റാർ മാജിക്കിലൂടെ. ആ സ്റ്റാർ മാജിക്കിലെ ഒരു ആള് എന്ന നിലയിൽ മാത്രമാണ് അനുമോളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ അനുമോൾക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ബിഗ് ബോസ് പോലെ ഒരു വലിയ റിയാലിറ്റി ഷോയിലേക്ക് വരാനുള്ള ഒരു സ്റ്റഫുള്ള ആളാണ് അനുമോളെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും സ്റ്റാർ മാജിക്കിലെ ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരാളെന്ന നിലയിൽ അനുമോളെയും നമ്മളങ്ങനെ കാണുന്നു. പിന്നീട് റേഡിയോ ജോക്കിമാർ, പല മേഖലയിലുള്ള ഒരുപാട് പേര് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ശ്രദ്ധിക്കുന്ന രണ്ടുപേരാണ് രേണുസുധിയും ഈ പറയപ്പെടുന്ന ശാരികയും. ഞാനും ഹർഷയും കൂടി തന്നെ രേണുസുധിയുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് കമൻറ്റുകൾ നമുക്ക് അതിൽ വന്നിരുന്നു. കാരണം നോക്കൂ, രേണുസുധിയെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ശാരികയും രേണുസുധിയും തമ്മിലുള്ള ഇൻ്റർവ്യൂ, ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂ ഇതിനു മുമ്പ് ശാരികയുടെ മറ്റൊരു ഹോട്ട് സീറ്റ് ശ്രദ്ധേയമായത് മൈത്രേയനുമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ മൈത്രേയനോട് ഒരിക്കൽ ചോദിച്ചിരുന്നു, ഈ ഹോട്ട് സീറ്റിനെ പറ്റി സംസാരിച്ചു. ഇവിടെ ഇതേ ഫ്ലോറിൽ മൈത്രേയൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടി പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ശാരികയോട് സംസാരിച്ചു. അപ്പോൾ ശാരിക ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും, ഇതേ രീതിയിലായിരിക്കും. മൈത്രേയൻ അത് സമ്മതിച്ചിട്ട് തന്നെയാണ് ഇവർ തമ്മിൽ ആ ഹോട്ട് സീറ്റിലേക്ക് പോകുന്നത്. രേണുസുധിയുടെ ഇൻ്റർവ്യൂവിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും രേണുസുധി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പെയ്ഡായിട്ടാണ്. രേണുസുധി പൈസ വാങ്ങിയിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അതിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. തുടക്കത്തിലെ ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് ഫ്രീ ആയി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ പണം വാങ്ങി ഇൻ്റർവ്യൂ കൊടുക്കുന്നവരെക്കാൾ ഭേദമാണല്ലോ ബിഗ് ബോസിന് മുമ്പേ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അതിനേക്കാൾ വലിയ പണം വാങ്ങി ഇൻ്റർവ്യൂ ചെയ്യുന്നവർ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാവും. സ്വാഭാവികമായും രേണുസുധി എന്ന് പറയുന്ന ആൾക്കൊരു വാല്യൂ ഉള്ളത് കൊണ്ടാണ്
ചാനലുകാർ രേണുസുതിക്ക് പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറാണ്. നമ്മളെ പോപ്പിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലേക്ക് രേണുസുതിയുടെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ രേണുസുതി ഒരു പേയ്മെന്റ് ചോദിച്ചു. വളരെ മാന്യമായ ഒരു പേയ്മെന്റേ ചോദിച്ചുള്ളൂ. കാരണം ആ കുട്ടിക്ക് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരണം, ആഹാരം കഴിക്കണം, തിരിച്ചു പോകണം, അതിനുള്ളൊരു മാന്യമായ തുകയെ ചോദിച്ചുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു രീതി ആർക്കും ഒരാൾക്ക് പോലും പണം കൊടുത്ത് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കില്ല എന്നൊരു രീതി നമുക്കുള്ളത് കൊണ്ട് നമ്മളത് വേണ്ട എന്ന് വെച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ഷാരികയുടെ ഹോട്ട് സീറ്റിലേക്ക്, ആ ചാനലിന്റെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണെന്ന് തോന്നുന്നു, ആ ചാനലിന്റെ ഹോട്ട് സീറ്റിലേക്ക് രേണുസുതി എത്തിയപ്പോൾ അത് പണം കൊടുത്തിട്ടായിരിക്കും ഇന്റർവ്യൂവിന് വിളിച്ചത്. സ്വാഭാവികമായും അവിടെ സ്ക്രിപ്റ്റഡായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. പിന്നെ ഷാരികയെ നമുക്ക് എത്രയോ വർഷം കൊണ്ട് എനിക്കറിയാം. ഞാൻ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം തൊട്ട് ഷാരികയെ എനിക്കറിയാം. അന്ന് ഞാൻ ട്രൂ TV എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഷാരികയുടെ റെസ്യൂം എനിക്ക് ലഭിക്കുന്നത്. ഷാരികയുടെ കുറച്ച് വീഡിയോസ്, അത് ഷാരിക ഒരു സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മൊബൈൽ ഫോണിലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കൃത്യമായി അവലോകനങ്ങൾ നടത്തുന്ന ഒരു കുട്ടി. പിന്നെ പബ്ലിക് ഒപ്പീനിയനാണ് ഷാരിക അന്ന് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ അവിടേക്ക് വന്ന സമയത്ത് ഷാരികയെ നമ്മൾ ഹയർ ചെയ്യാൻ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു. ഷാരികയെ ഹയർ ചെയ്തു എന്നറിഞ്ഞു. പിന്നെ കുറച്ച് ദിവസങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ അന്ന് ആ കാലത്ത് ഞാൻ അവിടുത്തെ സ്റ്റാഫൊന്നുമല്ല. ഞാൻ അവിടെ ഒരു പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, എനിക്കൊന്ന് വേറെ ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഓഫീസിൽ വരുമ്പോൾ ഷാരികയെ കണ്ടില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാരിക മെസ്സേജ് അയച്ചു, എനിക്ക് അവിടെ സെറ്റായില്ല, ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഷാരിക. പിന്നെ ഞാൻ കാണുന്നത് ഷാരികയുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം കണ്ടൊരാളാണ് ഞാൻ. അത് ഷാരിക എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ വരുമ്പോൾ രോഹിതാണ് അന്ന് എനിക്ക് ഒരു ചെറിയ സപ്പോർട്ട് ചെയ്ത് തന്നത് എന്ന് ഷാരിക അന്ന് പറയുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് ഷാരികയെ പല പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നു. വളരെ പറയാനുള്ള കാര്യങ്ങൾ, ഏൽക്കുന്ന ജോലി അത് കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ഷാരിക. അപ്പോൾ കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ഷാരിക ചെയ്ത വാർത്തകളുണ്ട്. ചെറിയ ചെറിയ ചാനലുകളിലിരുന്ന് വമ്പന്മാർക്കെതിരെ ചെയ്ത വാർത്തകളുണ്ട്. ഇതൊക്കെ ഷാരികയ്ക്ക് ഒരു പക്ഷേ പോകെ ആ ചാനലുകളിലൊക്കെ തിരിച്ചടിയാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അത് ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് കണ്ടറിയാമെന്നുള്ളതാണ്. അപ്പോൾ നേഷൻ ഫസ്റ്റ് പോലൊരു ചാനൽ തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഇത് ഡിസ്കഷൻ കണ്ടന്റ് ആകുമ്പോൾ ഞാൻ ഷാരികയെ വിളിച്ചു. ഷാരിക ഇതുപോലെ ഞാനൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, അപ്പോൾ ഷാരികയ്ക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാരിക പറഞ്ഞു, രോഹിത് ഞാൻ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ വന്നിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ ചാനലുകളിൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എൻ്റെ സ്വന്തം ചാനലുണ്ട്, കുറേ പരിപാടികളുണ്ട് എന്ന് പറയും. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ അവാക് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനാണ് ഷാരിക നമ്മുടെ ഓഫീസിലേക്ക് വരുന്നത്. പിന്നീട് ആഴ്ചയിൽ 2-3 ദിവസം ഇവിടെ വരികയും ഇത്തരത്തിലുള്ള പാറ്റേണിലുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീട് പോകെ ഷാരിക ഇതേ പാറ്റേണിൽ ഫോക്കസ് ന്യൂസ് പോലെയുള്ള ചാനലുകളിലൊക്കെ ചർച്ച തുടങ്ങിയപ്പോഴാണ് ഞാനും ഷാരികയും പറഞ്ഞു, ഷാരിക നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മുടേത് മാത്രമാണ്, അത് മറ്റൊരിടത്ത് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന്. ഷാരിക രോഗത്തിൽ എന്നാൽ കുഴപ്പമില്ല നമുക്ക്, കാരണം ഷാരിക ചേർത്തലക്കാരിയാണ്, ഫോക്കസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ കോട്ടയത്തോട്ട് പോയാൽ എറണാകുളം വരേണ്ട. അങ്ങനെയാണ് നമ്മൾ സ്നേഹത്തോടെ പിരിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഷാരിക ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിത് പ്രതീക്ഷിച്ചതാണ്, ഷാരിക ഈ പറയപ്പെടുന്ന ബിഗ് ബോസിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തു വന്ന 2 പേരാണ് ഈ ഷാരികയും രേണുസുതിയും. അപ്പോൾ രേണുസുതിയുടെ കേസ് പറയാം, രേണുസുതിയെ നിങ്ങൾ കളിയാക്കിക്കോ, ആ കുട്ടി വേറെ എന്തായിരുന്നു ചെയ്യേണ്ടത് നോക്കൂ. അതെ, സുധിയുടെ പൂർവ്വജന്മകാലത്ത് വേറെ ഭാര്യ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഭാര്യ ഉണ്ടായിരുന്നു എന്നൊക്കെ രേണുസുതി കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സുധിക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ രേണുസുതി വിവാഹം കഴിച്ചത്. രേണുസുതിയിൽ ഒരു കുട്ടി ഉണ്ടായില്ലേ, അവർ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണല്ലോ, വിവാഹം കഴിച്ച് ജീവിക്കുമ്പോഴാണല്ലോ സുധിയുടെ മരണം സംഭവിക്കുന്നത്. സുധിയുടെ മരണത്തിന് ശേഷം രേണുസുതി ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നിട്ട് എനിക്ക് വീട് വെച്ച് തരണം, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞ് രേണുസുതി കെഞ്ചിയോ? ഇല്ല. അപ്പോൾ അവരെ സഹായിക്കാൻ ചെന്നവർക്ക് എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? പബ്ലിസിറ്റി മാനി ഉണ്ടായിരുന്നു. അവർക്ക് വസ്തു കൊടുത്തവർക്കാവട്ടെ, ആ വീട് കൊടുത്തവർക്കാവട്ടെ, അവരെ ഇല്ലെങ്കിൽ എന്താ ഇരു കൈ അറിയാതെ ചെയ്യണമായിരുന്നു. ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകൾ മുഴുവൻ പരസ്യം ചെയ്തിട്ടാണ് ഇവർ വസ്തു കൊടുത്തതും വീട് കൊടുത്തതും സഹായം ചെയ്തു കൊടുത്തതും ഒക്കെ. രേണുസുതിക്ക് നൽകുന്ന ചെറിയ സഹായം പോലും സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അവർക്ക് ആ പെൺകുട്ടിക്ക് വേറെ നിവൃത്തിയില്ല. ഈ സുധിയുമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പല ഓഡിയോ ക്ലിപ്പുകളും ഈ അടുത്തിടയായി പുറത്തു വരുന്നു. അന്നും വന്നിട്ടുണ്ട്. പലരോടും സഹായം ചോദിക്കുന്ന സുധിയും രേണുസുതിയൊക്കെ കടം കൊടുത്തിട്ട് അവധി പറയുന്ന വീഡിയോകളൊക്കെ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കിട്ടുന്ന ഒരു ഫെയിം, അതിനുശേഷം ആ കുട്ടി അഭിനയ രംഗത്തേക്ക് വരുന്നു. അതിന് കിട്ടുന്നത് മോഹൻലാലിന്റെ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാൻ ആരും വിളിച്ചില്ല, സുരേഷ് ഗോപിയുടെ സിനിമയിൽ ആരും വിളിച്ചില്ല, ജയറാമിൻ്റെയോ ദിലീപിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ ആരുടെയും സിനിമയെ വിളിച്ചില്ല. എന്തിന് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയെ പോലും വിളിച്ചില്ല. ആ കുട്ടിയെ വിളിച്ചത് ദാസേട്ടൻ കോഴിക്കോടിനെ പോലെയുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ ചെയ്യുന്നവരാണ്. ആ കുട്ടി പോയത് ചെയ്തു. എന്താണ് തെറ്റെന്നേ? ഭർത്താക്കന്മാർ മരിച്ച നടിമാർ പിന്നീട് അഭിനയിക്കില്ലേ?
അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അഭിനയിച്ചൂടെ? ആ കുട്ടി അഭിനയിച്ചു, ആ കുട്ടിക്ക് കിട്ടിയ വേഷം ആ കുട്ടിക്ക് അറിയാവുന്ന പോലെ ചെയ്തു. അത് ആളുകൾ വിമർശിക്കാനാണെങ്കിലും എൻജോയ് ചെയ്തു, അതിന്റെ വാല്യൂ ഉണ്ടായി, പ്രൊഡ്യൂസർമാർ വന്നു, ആ കുട്ടിക്ക് പണം കിട്ടി, മാന്യമായി ജീവിക്കാനുള്ള ഒരു സെക്യൂർ പരിപാടിയിലേക്ക് വന്നു. നെഗറ്റീവ് റീച്ചിലൂടെ ആണെങ്കിലും ആ കുട്ടിയെ അടിച്ചമർത്ത എന്തോ നെഗറ്റീവ് റീച്ച് എന്തുവാ? ആ കുട്ടി എന്തോ തുണി അടിച്ചാടിയോ ഇവിടെ? ആരെങ്കിലും തെറി പറഞ്ഞോ? ഞാൻ ചോദിക്കുന്നതല്ല, ആരെങ്കിലും തെറി പറഞ്ഞോ? ഇല്ല. അതോ സന്തോഷ് വർക്ക് ചെയ്യുമ്പോൾ ലാലിൻ ജോസ് പെരേരയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള കണ്ടന്റുകൾ ചെയ്തോ? ഇല്ലെന്നേ. അവര് ചെയ്തതും കുറെ പാട്ടൊക്കെ ഉണ്ടാക്കിയ ആൽബം ഷോർട്ട് ഫിലിം ഒക്കെ തന്നെയാണ് ചെയ്തേ. പണ്ട് കൊല്ലം ഷാഫിയുടെ പാട്ടുകൾ ഇറങ്ങിയ നായികമാരെയൊക്കെ നിങ്ങൾ ഇതുപോലെ പറയൂ, പണ്ടിറങ്ങിയ. ഇപ്പം ആൽബങ്ങൾ കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ കൊല്ലം ഷാഫിയെ പോലുള്ള പേരുകളാണ്, നല്ല കലാകാരന്മാരാ. അപ്പൊ ആ കുട്ടി വിവാദവും നെഗറ്റീവും ഒന്നും ഉണ്ടാക്കിയില്ല. നെഗറ്റീവ് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളും ബാക്കിയുള്ളവന്മാരുമാണ്, കമന്റ് ഇട്ടവന്മാരുമാണ്. ആ കുട്ടിയുടെ ജോലി നോക്കി പോയത്. ആരും എൻ്റെ പിന്നാലെ പോയില്ലായിരുന്നെങ്കിൽ അതൊരു സൈഡിൽ കൂടെ അങ്ങ് പോയേനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ വിവാദങ്ങളുണ്ടായി. ഞാനിത് രേണുസുതി ബിഗ് ബോസ് വന്നുകൊണ്ട് പറയാമെന്നാരും വിചാരിക്കുന്നത്. ഇതിനു മുമ്പ് നേഷൻ ഫസ്റ്റിൽ ഇതേ പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്ത ഇവിടുത്തെ ഒരു കൂട്ടം കിരാതന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്ത് റാമ്പ് വാക്ക് ചെയ്തു, കളിയാക്കുകയാണ്, എന്താ ബോഡി ഷേമിങ് നടത്തുകയാണ് ഇവര്. രേണുസുതി ഒരു ഡ്രസ്സ് ഇടുന്നു, രേണുസുതിയുടെ വയറൊക്കെ കാണാം. അത് റാമ്പല്ലേ? അല്ലേ? ബിക്കിനി ഷോസ് പോലും നടക്കുന്ന റാമ്പല്ലേ? ആ ബിക്കിനി ഷോയിലൊന്നും വന്നില്ലല്ലോ. വന്നാലും ഇപ്പം എന്താ തെറ്റ്? ആ കുട്ടിയുടെ ശരീരം, ആ കുട്ടിയുടെ ചോയ്സ് ആണ്. ഇവിടെ കുറെ അവന്മാരെ സഹായിച്ചതുകൊണ്ട് ആ കുട്ടി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ആ കുട്ടി നിന്റെയൊക്കെ വീട്ടിന്റെ മുറ്റത്തൊന്ന് എരന്നോ, സഹായിക്കണേ എന്ന് പറഞ്ഞു, വന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഇവന്റെയൊക്കെ പേര് കേസ് എടുക്കേണ്ടത്, ഈ കണ്ടന്റ് ചെയ്യുന്ന സകലവന്മാരുടെയും പേര് കേസ് എടുക്കേണ്ടത്. സുധിയേട്ടൻ മരിച്ചിട്ട് പിന്നെ ഇറങ്ങിയോ? സുധിയേട്ടനോട് എന്തൊരു സ്നേഹമായിരുന്നു അറിയണ്ടേ അവന്മാർക്കൊക്കെ. അതെ, സുധി ഉണ്ടായ സമയത്ത് സഹായം നൽകാതിരുന്ന വ്യക്തികളാണ് സുധി മരിച്ചതിന് ശേഷം രേണുസുധിക്ക് സഹായമായി വന്നിട്ട്. അപ്പൊ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ കുട്ടി പടപൊരുതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലേക്ക് രേണുസുധി കടന്നു വരികയാണ്. ശാരികയുടെ കേസ് എടുക്കൂ. ശാരികയെ സംബന്ധിച്ചിടത്തോളം ശാരിക ഇതേ ഫ്ലോറിലിരുന്ന് നമ്മളിരിക്കുന്ന ഈ കസേരയിൽ അപ്പുറവും ഇപ്പുറവും ഞാനും ഹർഷയും ഇരിക്കുന്നത് പോലെ ശാരികയും ശില്പയും അപ്പുറവും ഇപ്പുറവും ഇരുന്നെടുത്ത് കണ്ടന്റ് ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ ചാനൽ ഫീഡിലുണ്ട്. അതിന്റെ റീൽസുകൾ നമ്മുടെ എഡിറ്റർമാർ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്ത കഥ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആരും നിർബന്ധിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല, ഒരു ഫ്ലോയിൽ വേറൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. ഞാൻ ചോദിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ശാരിക ഇത് നമുക്ക് ഇടണോ? ശാരിക ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടോ, രോഗത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ അനുഭവിച്ചതല്ലേ പറയുന്നത്. എന്താ? അതാണ് ശാരികയുടെ ഒരു വിൽ പവർ. ഒരു വിഷയത്തിൽ പിടിച്ചാൽ അതിൽ നിന്ന് വിട്ടുപോകാത്ത ഒരാളാണ് ശാരിക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പാവമായ ഒരു ശാരികയെ കാണുന്നുണ്ട് ബിഗ് ബോസിൽ. അത് മാറും, രേണുസുധിയുടെ കാര്യത്തിലും മാറും. ഒരു നല്ല കപ്പാസിറ്റിയുള്ള രണ്ട് സ്ത്രീകളാണവർ. അവരെ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വിഷയം സംസാരിക്കുന്നത്.